ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പർച്ചേസസ് ആണ് എടുക്കുന്നത്. വൗച്ചേഴ്സിൽ, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സിൽ പർച്ചേസസ്, പേയ്മെൻറ്റ്, റെസിപ്റ്റ് അതെല്ലാം കോൺട്രാ നമ്മൾ പഠിച്ചായിരുന്നു. അടുത്തത് പർച്ചേസാണ്. പർച്ചേസ് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നിട്ട് ഒന്നുകിൽ F9 കൊടുക്കുക, അല്ലെങ്കിൽ പർച്ചേസ് ക്ലിക്ക് ചെയ്യുക. അന്നേരം പർച്ചേസിനുള്ള വൗച്ചർ ടൈപ്പ് ആയിരിക്കും ആക്റ്റീവായി നിൽക്കുന്നത്. ഇനി വൗച്ചർ ഡേറ്റ് കൊടുക്കുക. ആ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് എന്താണോ ആ ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുക. F2 ആണ് ഡേറ്റിൻ്റെ ഫങ്ഷണൽ കീ വരുന്നത്. ഇനി നമുക്ക് ഈ പർച്ചേസ് ഈ ഒരു ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻവോയ്സ് ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നത്. ഇപ്പോൾ നോക്കിയറിയാം, നെയിം ഓഫ് ഐറ്റം ആ ഒരു രീതിയിലാണ് ഈ വൗച്ചർ ടൈപ്പ് നിൽക്കുന്നത്, പർച്ചേസ് വൗച്ചർ ടൈപ്പ്. ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് ഇൻവോയ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. അല്ല, നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് മോഡ് ചേഞ്ച് ചെയ്യണം, ഇൻവോയ്സിൽ നിന്നിട്ട് വൗച്ചറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് ആ ഒരു ഫോർമാറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുക. സൈഡിൽ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഇൻവോയ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് കൊടുക്കുക, വൗച്ചർ വേണമെന്നുണ്ടെങ്കിൽ ആസ് വൗച്ചർ സെലക്ട് ചെയ്യുക, എൻട്രി ചെയ്യുക. അന്നേരം വൗച്ചർ ഫോർമാറ്റിലായിരിക്കും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുക. ഇൻവോയ്സ് ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് മോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ചേഞ്ച് മോഡ് കൊടുക്കുക, ഇൻവോയ്സ് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാനിവിടെ മോഡ് ചേഞ്ച് ചെയ്തു, ആസ് വൗച്ചർ കൊടുത്തു. ഇവിടെ സപ്ലയർ ഇൻവോയ്സ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഇൻവോയ്സ് നമ്പർ എത്രയാണെന്ന് പറയുക, ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇനി നമുക്ക് ക്രെഡിറ്റിൽ എന്താണെന്ന് കൊടുക്കാം. ഇപ്പം പർച്ചേസ് ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റിൽ വരുന്നത്, അതായത് കടമായിട്ടാണ് നമ്മൾ സാധനങ്ങൾ കമ്പനിയിലേക്ക് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽ പ്രകാരം ക്രെഡിറ്റിൽ വരുന്നത് ആ ഒരു പാർട്ടി ആയിരിക്കും. ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റിൽ, ആ പാർട്ടിയുടെ പേര് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ലിസ്റ്റിലില്ലാത്ത ഒരു ആളുടെ പേര് അല്ലെങ്കിൽ കമ്പനിയുടെ പേരാണെന്നുണ്ടെങ്കിൽ, ലെഡ്ജറിൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ ആ ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് C അടിക്കുക, ലെഡ്ജർ നെയിം കൊടുക്കുക, ദെൻ അണ്ടർ ഏത് ഗ്രൂപ്പാന്ന് കൊടുക്കുക. ഇപ്പം മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ ബാലൻസസ് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ ബാക്കി ട്രാൻസാക്ഷൻസ് ഒക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക, ദെൻ ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ GST ഡീറ്റെയിൽസ് അത്തരം കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ റെസീപ്റ്റ് നോട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. റെസീപ്റ്റ് നോട്ട് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. സപ്ലയറുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. എമൗണ്ട് എത്രയാണെന്ന് കൊടുക്കുക. ദെൻ ഡെബിറ്റിൽ വരുന്നത് പർച്ചേസസ് ആണ്. ഓൾറെഡി പർച്ചേസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പം ലെഡ്ജർ ഹെഡ് പർച്ചേസസ് കൊടുക്കുക. അണ്ടർ ഏത് ഗ്രൂപ്പാണ് കൊടുക്കേണ്ടത്, പർച്ചേസ് അക്കൗണ്ട് തന്നെ കൊടുക്കുക. നെയിം ഓഫ് ഐറ്റം ചോദിക്കും. ഏതൊക്കെ ഐറ്റമാണ് നമ്മൾ ഈ ബിൽ പ്രകാരം, ഈ ഇൻവോയ്സ് പ്രകാരം വാങ്ങിക്കുന്നത്, ആ ഐറ്റം ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. ഐറ്റം ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾട്ട് C അടിച്ചിട്ട്, ഇവിടെ ഓൾട്ട് C അടിക്കുകയാണെങ്കിൽ നെയിം ഓഫ് ഐറ്റം ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. അതായത് സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനിലേക്ക് പോകും. ഐറ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ഇവിടെ യൂണിറ്റ് എൻട്രി ചെയ്ത് കൊടുക്കുക, ദെൻ അതിൻ്റെ GST ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക. ഇനിയിപ്പോൾ റേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ റേറ്റ് കൊടുക്കുക. ഓക്കെ, നരേഷൻ എൻട്രി ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് പർച്ചേസസ്. ഇതൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എടുക്കുന്നത് നമ്മൾ ERPയിൽ ഓൾറെഡി പർച്ചേസ് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്നത്, ഇൻവോയ്സ് എൻട്രി ചെയ്യുന്നത്, ഐറ്റം സ്റ്റോക്ക് ഐറ്റം എൻട്രി ചെയ്യുന്നതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എടുത്തത്. ചേഞ്ച് വരുന്നത് ഇവിടെ ചേഞ്ച് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. പിന്നെ കൂടുതലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് മോഡ് കൊടുത്തിട്ട് ഇൻവോയ്സ് സെലക്ട് ചെയ്യുക. സപ്ലയറുടെ ഇൻവോയ്സ് നമ്പർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, പാർട്ടി അക്കൗണ്ട് നെയിം കൊടുക്കുക. ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പാർട്ടി ഡീറ്റെയിൽ കൊടുക്കുക. ലിസ്റ്റിൽ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഓൾട്ട് C അടിച്ച് ക്രിയേറ്റ് ചെയ്യുക. ദെൻ അവരുടെ ഡീറ്റെയിൽ കൊടുത്ത് അത് ഗ്രൂപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ്, നമുക്ക്
നമ്മൾ കൊടുക്കാനുള്ള പാർട്ടിയാണ്. ദെൻ പർച്ചേസ് ലെഡ്ജർ, ദെൻ എമൗണ്ട് കൊടുക്കുക, നെയിം ഓഫ് ഐറ്റം 1 by 1 ആയിട്ട് താഴെ കൊടുക്കുക. ആ ഇൻവോയ്സ് പ്രകാരമുള്ള ഏതൊക്കെ ഐറ്റംസാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്നുള്ളത് കാണിക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റി, റേറ്റ് അല്ലെങ്കിൽ എമൗണ്ട് കാണിക്കുക, അക്സെപ്റ്റ് ചെയ്യുക ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ. അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ റിപ്പോർട്ട് വരുന്നത് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. ഇതിൽ നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടില്ല, സ്റ്റോക്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ഡീറ്റെയിൽ കാണിക്കും. നമ്മൾ സ്റ്റോക്കൊന്നും എൻട്രി ചെയ്തിട്ടില്ല. ഇനി പർച്ചേസ് രജിസ്റ്റർ കാണുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കൊടുക്കുക. ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്സിൽ പർച്ചേസ് രജിസ്റ്റർ എടുക്കുക. പർച്ചേസ് രജിസ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്തോ ആ ട്രാൻസാക്ഷൻസ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. പർച്ചേസസ് പ്രൈമിൽ വരുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സ് തന്നെ എടുക്കുക. വൗച്ചേഴ്സിൽ പർച്ചേസ് എന്നുള്ള വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുക. F9 ആണത്. ദെൻ ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുക, വൗച്ചർ ഡേറ്റ്. പിന്നെ ഇവിടെ ചോദിക്കുക നേരം സപ്ലയർ ഇൻവോയ്സ് നമ്പർ ചോദിക്കും. ആ ഇൻവോയ്സ് നമ്പർ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, പാർട്ടിയുടെ ഡീറ്റെയിൽ കൊടുക്കുക. അത് ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ Alt+C അടിച്ച് ക്രിയേറ്റ് ചെയ്യുക. ദെൻ അണ്ടർ ഗ്രൂപ്പ് കൊടുക്കുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. ദെൻ പർച്ചേസ് ലെഡ്ജർ, സപ്ലയറുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ദെൻ പർച്ചേസസ് ആണെങ്കിൽ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. പർച്ചേസ് ലെഡ്ജർ എന്നുള്ളടത്ത് പർച്ചേസസ് എന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ Alt+C വെച്ചിട്ട് പർച്ചേസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ലെഡ്ജർ ഹെഡ് പർച്ചേസസ് ആണ്. അണ്ടർ ഗ്രൂപ്പ് വരുത്ത് പർച്ചേസ് അക്കൗണ്ട്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നെയിം ഓഫ് ഐറ്റം ആണ്. ഈ ബിൽ പ്രകാരം, ഈ ഇൻവോയ്സ് പ്രകാരം ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങുന്നത് ആ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. നെയിം ഓഫ് ഐറ്റം കൊടുക്കുക. ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ Alt+C വെച്ചിട്ട് സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനിൽ പോയി ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. GST ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ ക്വാണ്ടിറ്റി എത്രയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, റേറ്റ് എത്രയാണ് അത് പറയുക. 1 by 1 ആയിട്ട് എത്ര ഐറ്റമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതനുസരിച്ച് എൻട്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു. ഇവിടെ മോഡ് ചേഞ്ച് ചെയ്യുന്നത് വൗച്ചർ ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ആസ് വൗച്ചർ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ക്രെഡിറ്റ് ഡെബിറ്റ് ഫോർമാറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ആസ് വൗച്ചർ കൊടുക്കുക. ചേഞ്ച് മോഡ് എടുത്തിട്ട് എൻട്രി ചെയ്യുക. അന്നേരം ക്രെഡിറ്റ് ഡെബിറ്റ് ആ ഒരു ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നത്. ക്രെഡിറ്റിൽ വരുന്നത് ക്യാഷ് പർച്ചേസസ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് വരും. ക്രെഡിറ്റ് പർച്ചേസസ് ആണെന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ പാർട്ടിയെ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ഡെബിറ്റ് ചെയ്യുന്നത് പർച്ചേസസ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്പ്ലേ നോക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ എടുക്കുക. അതിൽ അക്കൗണ്ട് ബുക്സിൽ പർച്ചേസ് രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ ക്ലോസിംഗ് ഫിഗർ എത്രയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ എൻട്രി കാണണമെന്നുണ്ടെങ്കിൽ, എൻട്രി ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു വിൻഡോയിൽ വന്നിട്ടായിരിക്കും ചെയ്യുക. ഓക്കെ, എൻട്രി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് Alt+D കൊടുത്താൽ മതി. ഇനി ക്യാഷ് പർച്ചേസസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ട്രാൻസാക്ഷൻ വരുന്നത്? ക്രെഡിറ്റിൽ വരുന്നത് ക്യാഷ് ആയിരിക്കും, ഡെബിറ്റ് വരുന്നത് പർച്ചേസസ് ആയിരിക്കും. ക്രെഡിറ്റ് പർച്ചേസസ് ആയപ്പോൾ ക്രെഡിറ്റിൽ നമ്മൾ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ കടമായിട്ട് വാങ്ങിയത് ആ പാർട്ടിയെ ക്രെഡിറ്റ് ചെയ്തു. ഇപ്പം സപ്പോസ് ക്യാഷ് കൊടുത്തിട്ടാണ്, ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റിൽ ക്യാഷ് വരും, ഡെബിറ്റ് പർച്ചേസസ് വരും. ഇവിടെ ഇൻവോയ്സ് നമ്പർ എൻട്രി ചെയ്ത് കൊടുത്തു, ഡേറ്റ് കൊടുക്കുക, ക്രെഡിറ്റിൽ ക്യാഷ് എന്നുള്ള അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഡിഫോൾട്ടായിട്ട് ഉണ്ടാകും. പിന്നെ റെസീപ്റ്റ് നോട്ട് നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക, ഡീറ്റെയിൽ കൊടുക്കുക, എമൗണ്ട് എത്രയാണെന്ന് പറയുക. ഡെബിറ്റിൽ വരുന്നത് പർച്ചേസസിൻ്റെ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ Alt+C കൊടുക്കുക, ലെഡ്ജർ നെയിം പർച്ചേസസ് കൊടുക്കുക, അണ്ടർ ഗ്രൂപ്പ് പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഇതിലിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്യുക. നെയിം ഓഫ് ഐറ്റം ഡീറ്റെയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ഐറ്റം ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം
ടാലി പ്രൈമിൽ നമ്മൾ ക്യാഷ് പർച്ചേസസും ക്രെഡിറ്റ് പർച്ചേസസും പഠിച്ചു. അതുപോലെ വൗച്ചർ എൻട്രി ചെയ്യുന്നതും പർച്ചേസസ് ആസ് വൗച്ചറിൽ എൻട്രി ചെയ്യുന്നത്, അതായത് ക്രെഡിറ്റ് ഡെബിറ്റ് ഫോർമാറ്റിൽ എൻട്രി ചെയ്യുന്നതും പഠിച്ചു. ഇൻവോയ്സ് ഫോർമാറ്റിൽ എൻട്രി ചെയ്യുന്നതും പഠിച്ചു. പിന്നെ എങ്ങനെയാണ് ഇൻവോയ്സിൽ വരുന്ന ഐറ്റം ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കുന്നത് അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ റിപ്പോർട്ടും എടുത്തു നോക്കിയായിരുന്നു. ഇനിയിപ്പം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം.